നമ്മുടെ നാവ് പഴിച്ചാൽ ആഖിബത്ത് മോശമായി പോകും. ആലിമീങ്ങളെ നമ്മൾ കുറ്റം പറഞ്ഞിക്കണ്ട, സാധാരണക്കാരനെ കുറ്റം പറയാൻ നിൽക്കണ്ട, ഒരു വ്യക്തിക്ക് നമ്മൾ വ്യക്തിഹത്യ ചെയ്യാൻ നിൽക്കണ്ട. ആഖിബത്ത് മോശമായി പോകും, നാവ് മോശമായി പോകും. ഒരാൾ അല്ലാഹുവിന്റെ റസൂലിന്റെ സവിധത്തിൽ വന്നിട്ട് പറയുന്നു, ഔസിനി യാ റസൂലല്ലാഹ്, എനിക്കൊരു ഉപദേശം നൽകുമോ ഹബീബേ, ഒരു ഉപദേശം നൽകുമോ റസൂലേ. ഫഅഖദ ബികഫിഹി, അല്ലാഹുവിന്റെ റസൂൽ തന്റെ നാവ് പിടിച്ചിട്ട് പറയുകയാ, കുഫ അൻക ഹാദാ, ഈ നാവെന്ന് പറയുന്ന സാധനത്തെ നീ സൂക്ഷിക്കണേ, അതാണ് നിനക്ക് നൽകുന്ന ഉപദേശമെന്ന് ഔ കമാ ഖാല റസൂലുള്ളാഹി. നാവ് സൂക്ഷിക്കണം. സ്വർഗ്ഗത്തിൽ പോകാനുള്ള വഴിയായി പറയുന്നത് നാവ് സൂക്ഷിക്കുക, പ്രയോജനപ്പെടുത്തുക. മോശമായ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളത് ഉപയോഗിക്കരുത്, അത് പ്രയോജനപ്പെടുത്തരുത്. അത് നാളെ ആഖിറത്തിൽ നമുക്ക് ശിക്ഷയുള്ള കാര്യമാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാ, ഇയ്യാക വൽ ഗീബാ, ന്യൂനത നിങ്ങൾ പറയരുത്, പ്രചരിപ്പിക്കരുത്, നിങ്ങളത് സൂക്ഷിക്കണേ. അങ്ങനെ പറയുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യുന്നത് ഫഇന്നഹാ ഇദാമു കിലാബിന്നാസ്, ജനങ്ങളിൽ നികൃഷ്ടായ നിന്ദ്യരായ നായിക്കളുടെ സ്വഭാവമുള്ളവരുടെ കാര്യമാണ്, അവരുടെ ഭക്ഷണമാണ്. ഒരാളെ കുറിച്ചുള്ള ന്യൂനതകളും ഗീബത്തുകളും നമീമത്തുകളും പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്നത് ജനങ്ങളിൽ പട്ടികളുടെ സ്വഭാവക്കാരുടെ ഗുണമാണ്. പട്ടികളായവരെ നായ്ക്കളാണെന്ന് നബിതങ്ങൾ പറഞ്ഞത്. ഇന്നഹ ഇദാമു കിലാബിന്നാസ്, ജനങ്ങളുടെ നായ്ക്കളെന്ന ആ പ്രചരിപ്പിക്കുന്ന അനാവശ്യങ്ങൾ അവനാവശ്യങ്ങൾ. വലിയ വാക്കല്ലേ ഇതൊക്കെ, ഇതൊക്കെ സൂക്ഷിക്കേണ്ട വാക്കുകളാണ്. പരിശുദ്ധ ഖുർആൻ പറയുന്ന വാക്കുകളാണ്. അതുകൊണ്ട് ഒരാളെ നമ്മൾ കളിയാക്കാനോ ഒരാളെ നമ്മൾ പരിഹസിക്കാനോ ഈ മീഡിയകൾ ഉപയോഗിക്കരുത്. ഖുർആൻ യാ അയ്യുഹല്ലദീന ആമനൂ ലാ യസ്ഖർ ഖൗമുൻ മിൻ ഖൗം അസാ അൻ യകൂനൂ ഖൈറൻ മിൻഹും വലാ നിസാഉ മിൻ നിസാഇൻ അസാ അൻ യകുന്ന ഖൈറൻ മിൻഹുൻ. ഏ സത്യവിശ്വാസികളെ, നിങ്ങൾ മറ്റൊരാളെ പരിഹസിക്കരുത്. പരിഹസിക്കപ്പെടുന്നവർ പരിഹസിക്കുന്നവരെക്കാൾ ശ്രേഷ്ഠരായേക്കാം. ഏ സത്യവിശ്വാസിനികളെ, ഏ പർദ ധരിക്കുന്നവരെ, നമസ്കാരമുള്ളവരെ, നിഖാബിടുന്നവരെ, ബുർഖ ധരിക്കുന്നവരെ, എന്റെ പൊന്നുപെങ്ങളെ, നിങ്ങൾ മറ്റൊരു സ്ത്രീകളുടെ മാനം കവരാൻ ഒരു വാക്കുപോലും പറയരുതേ. അവളുടെ അഭിമാനത്തിന് ക്ഷതം വരുത്തരുതേ, അവളുടെ മാനത്തിന് ഹാനി വരുത്തരുതേ, അവളുടെ ഐബുകളെ വെളിപ്പെടുത്തരുതേ, അവളുടെ ന്യൂനതകൾ പ്രചരിപ്പിക്കരുതേ, അവളെ പരിഹസിക്കരുതേ. പരിഹസിക്കപ്പെടുന്നവളെക്കാൾ പരിഹസിക്കുന്നവരെക്കാൾ ശ്രേഷ്ഠരായേക്കാൾ പരിഹസിക്കപ്പെടുന്നവൾ. ഖുർആൻ. ആണും പറയരുത്, പെണ്ണും പറയരുത്. ആ പണി നമുക്കില്ല. അമൽ ചെയ്യുള്ള സമയം കൊണ്ട് ഒരാളുടെ കുറ്റവും കുറവും നോക്കാതെ നമ്മുടെ കുറ്റത്തിലേക്ക് നോക്ക്. ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ കാര്യം അതാണ്. മറ്റുള്ളവരുടെ ന്യൂനതകൾ നോക്കുന്നതിനേക്കാൾ നിന്റെ ന്യൂനതകളിലേക്ക് നീ നോക്കണേ. നിന്റെ ശരീരത്തെ നീ ഒന്ന് ഗവേഷണം ചെയ്യ്, ഒരു സ്കാൻ ചെയ്യ്. ഞാനാരാണ്, എന്റെ പ്രവൃത്തി എന്താണ്, ഞാൻ രാത്രി എങ്ങനെയാണ്, ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെയാണ്, ഞാൻ അന്യ പെണ്ണുങ്ങളുമായിട്ട് എങ്ങനെയാണ്. സ്വന്തം ചിന്തിക്ക്, എന്നിട്ട് മറ്റുള്ളവന്റെ ന്യൂനത അളക്കാൻ നിൽക്കുക. ഒരാളുടെ രഹസ്യമായ ഫോട്ടോ എടുക്കരുത്, ഒരാളുടെ സംസാര രഹസ്യമായിട്ട് നമ്മളത് റെക്കോർഡ് ചെയ്യരുത്. ഗവൺമെന്റ് പോലും നമ്മൾ അവരോട് ഫോൺ വിളിക്കുമ്പോൾ ട്രായ് അവിടെ നിന്ന് കിട്ടുന്ന റിപ്പോർട്ട് എന്താ? സംരക്ഷണത്തിന് വേണ്ടി, സുരക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ പറയുന്ന വാക്കുകൾ ഞങ്ങൾ റെക്കോർഡ് ചെയ്യുന്നതാണ് എന്ന് അവർ പോലും പറയും. അവർ പറഞ്ഞിട്ട് നമ്മുടെ വാക്കുകൾ റെക്കോർഡ് ചെയ്യുള്ളൂ. ഇത് നമ്മൾ ആരും റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്ന് പറയാറില്ല. പറയുന്ന വാക്കുകൾ നമ്മൾ റെക്കോർഡ് ചെയ്യുകയാണ്. ഇനി നിങ്ങളുടെ മൊബൈലിൽ അങ്ങനത്തെ ഓപ്ഷൻ ആണെങ്കിൽ ആ റെക്കോർഡ് നിങ്ങൾ ക്യാൻസൽ ആക്കി കളയണം, ഡിലീറ്റ് ആക്കി കളയണം. പാടില്ല. രഹസ്യമായിട്ട് തന്നെ മൊബൈൽ നമ്മൾ രഹസ്യമായിട്ട് റെക്കോർഡ് ചെയ്യാൻ പാടില്ല. അത് തെറ്റാണത്, നമ്മൾ പറയുന്ന വാക്ക്. എന്നിട്ട് അത് അടർത്തിയെടുത്ത് നെറ്റിലിട്ട് കൊടുക്കുന്നു. ഏറ്റവും വലിയ ദുൽമാണ് അവൻ കാണിക്കുന്ന ഏറ്റവും വലിയ ദുൽമാണ്.
നിന്നെ വിശ്വസിച്ച് നിന്നോട് ഞാനൊരു വാക്ക് സംസാരിച്ചാൽ അത് നീ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുത്താൽ അത് അമാനത്തിന് വിപരീതമാണ്. അമാനത്തിന് വിപരീതമാണ്, യാതൊരു സംശയമില്ല. നിന്നെ വിശ്വസിച്ചല്ലേ സംസാരിക്കുന്നത്? മൊബൈലിലൂടെ നിന്നോട് സംസാരിക്കുമ്പോൾ നിന്നെ വിശ്വസിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. നീ അത് രഹസ്യമായിട്ട് ഒപ്പിയെടുത്ത് വെച്ചിട്ട് രഹസ്യമായിട്ട് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് മറ്റൊരാൾക്ക് നീ അയച്ചു കൊടുക്കുക, മറ്റൊരാൾക്ക് നീ ഇട്ടുകൊടുക്കുക, നെറ്റിൽ ഇട്ടുകൊടുക്കുക. വഞ്ചനയല്ലേ? വഞ്ചനാ കുറ്റത്തിന്റെ പേരിൽ റബ്ബിന്റെ മുന്നിൽ നിന്നെ പിടിച്ചു നിർത്തപ്പെടും, യാതൊരു സംശയമില്ല. അത് അമാനത്തിന് വിപരീതമാണ്. അല്ലാഹു പറഞ്ഞു ഖുർആനിൽ, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഖൂനുല്ലാഹ വറസൂൽ വതഖൂനൂ അമാനാതികും വഅൻതും തഅലമൂൻ. ഏ സത്യവിശ്വാസികളെ, ഏ സത്യവിശ്വാസിനികളെ, നിങ്ങൾ അറിഞ്ഞുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിനെയും റസൂലിനെയും സത്യവിശ്വാസികളെയും വഞ്ചിക്കരുത്. നിങ്ങളുടെ അമാനത്തുകൾ നിങ്ങൾ വഞ്ചിക്കരുത്. നിങ്ങളെ വിശ്വസിച്ചാണ് നിങ്ങളുടെ മുന്നിൽ സംസാരിക്കുന്നത്, നിങ്ങളെ വിശ്വസിച്ചാണ് നമ്മുടെ ഒരു കുട്ടിയെ നിങ്ങളുടെ മുന്നിലേക്ക് വിടുന്നത്. ഒരു കാരണവശാലും നീ വഞ്ചിക്കരുത്. പരിശുദ്ധമായ ഖുർആൻ, പരിശുദ്ധമായ ഖുർആൻ. അല്ല കുഴപ്പമില്ല, ഞാൻ 11:30 1 മണിക്കൂറെ പ്രസംഗിക്കാം. എനിക്ക് നാളെ പുറയ്ക്ക് പോകണ്ട, അങ്ങ് ഞാൻ പകലാണ് നാളെ പരിപാടി. എനിക്ക് നിങ്ങൾ ഇരുന്ന് തന്നാൽ മതി, വാശിയെടുക്കാൻ നിൽക്കണ്ട. ഇപ്പം എടുത്ത് വാശിയെടുത്താൽ പ്രസംഗിക്കും. ഞാൻ ഇന്നലെ എറണാകുളത്ത് പ്രസംഗമായിരുന്നു. 4 വർഷമായിട്ട് അവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങളോട് പോടനെ പറഞ്ഞു എല്ലാ വർഷങ്ങളും പ്രസംഗം കുറച്ചേ പറയുള്ളൂ എന്ന് ഭയങ്കര പരാതി. കുറച്ചൊന്നും ഞാൻ 1.5 മണിക്കൂർ ഏറ്റവും കുറഞ്ഞ എൻ്റെ പ്രസംഗം. അതിൽ കൂടുതൽ എന്തിനിപ്പം പ്രസംഗം? 1.5 മണിക്കൂർ പ്രസംഗം തന്നെ പോരെ, അതിൽ കുറച്ച് ഞങ്ങൾ പ്രസംഗിക്കാറില്ല. കുറച്ചേ പ്രസംഗമുള്ളെന്ന് പറഞ്ഞു. ഞാൻ അങ്ങോട്ട് വെച്ച് കീച്ചി 2-2.25 മണിക്കൂർ. അവര് തന്നെ വന്നിട്ട് പറഞ്ഞു. അവസാനം ഒരു ശേഖിനെ കൊണ്ട് ദുആരക്കാന്ന് വെച്ചാൽ ഞാൻ പ്രസംഗം കഴിച്ചിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് കാസർഗോഡ് പോകണമെന്ന് പറഞ്ഞു. ഞാൻ ഇറങ്ങി വന്നു. ഉസ്താദിനപ്പോൾ ദുആരക്കാൻ ആരുമില്ല, ആമീൻ പറയാനും ആരുമില്ല. അത് ആള് കുറഞ്ഞു പോയി. സംഭവം ആള് കുറഞ്ഞു പോയി. ഞാൻ പ്രസംഗിച്ചു. ബക്കറ്റ് പോലും എടുത്തിട്ടില്ല. ബക്കറ്റ് എടുത്തിട്ട് 19,000 റുപ്യ നല്ല ആളുണ്ടായിരുന്നു, കുറെ പൈസ അതുപോലെ എടുത്തില്ല. കാരണം എന്താ? പ്രസംഗം എന്ന് പറഞ്ഞ പോലെ നമ്മുടെ അനീബായിച്ച പറയുന്നത് പറയാ ഗോൾഡിങ് 11:30 വരെ ഉണ്ട്. യാ അല്ലാഹ് മാഫി മുഷ്കിൽ ഇൻഷാ അല്ലാഹ്, നമുക്ക് പ്രശ്നമില്ല. നിങ്ങൾ ഇരുന്ന് തന്നാൽ മതി. 11:30 11:30. നിങ്ങൾ തന്നെ പറയും നിർത്ത് ഉസ്താദേ. എന്താ അനീച്ച, നിങ്ങളിപ്പോ നേരത്തേക്ക് വന്നല്ലേ? തങ്ങൾ വരുമോ ഉസ്താദേ? തങ്ങൾ വരുമോ ഉസ്താദേ? കുമ്പോൾ തങ്ങൾ വരുമോ? വരൂല്ലേ? ശരി, വരുന്നവരെ നമുക്ക് പ്രസംഗിക്കാം, കുഴപ്പമില്ലല്ലോ അല്ലേ? നിങ്ങൾക്ക് ബൈക്കുന്ന ബൈച്ച ചെല്ലം ബൈച്ചിട്ട് നമ്മ ബൈക്കാതെയാ പ്രസംഗിക്കുന്നത്. അൽഹംദുലില്ലാ. നമ്മള് കാസർഗോട്ടുകാരനല്ലേ, എന്താ വേണം? ഖൈറ്. പച്ചമുളത്തുണ്ട് ഇൻഷാ അല്ലാഹ്, എല്ലായിടത്തും വരുന്നുണ്ട്. എല്ലായിടത്തും 5 ദിവസം കാസർഗോഡാണ്. 5 ദിവസം കറങ്ങി കാസർഗോഡ് പ്രസംഗിക്കാണ് ഇൻഷാ അല്ലാഹ്. ഖൈർ. നിങ്ങൾ ഇരുന്ന് തന്നാൽ മതി, നമുക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. അൽഹംദുലില്ലാഹ്. അല്ലാഹു ഖൈർ കാര്യങ്ങൾ മനസ്സിലാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഹക്ക് പറയാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നല്ലപോലുള്ള ഉപദേശം കട്ടോളി. ഒരാളുടെ പരിഹസിക്കും സ്വർഗത്തിൽ ഉള്ള വഴികളാണ്. ഒരാളുടെ ഐബ്, ഒരാളുടെ ന്യൂനതയിലേക്ക് ഒരാൾ നോക്കാനേ പാടില്ല. നമ്മുടെ എത്രയോ ന്യൂനതകളുണ്ട്, നമുക്ക് എത്രയോ വലിയ ന്യൂനതകളുണ്ട്. അതുകൊണ്ട് നമ്മൾ അതിലേക്ക് നോക്കണ്ട. നമുക്ക് സ്വർഗമാണ് നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ഭവനം സ്വർഗമാണ്. സ്വർഗത്തിൽ പോകണമെങ്കിൽ അല്ലാഹ് നമ്മൾ എല്ലാ വെള്ളിയാഴ്ച ഒരു ദുആ എടുക്കാറുണ്ടല്ലോ. ഇമാം ഖുതുബ തീരുമ്പോൾ ഒരു ദുആ, റബ്ബനാ ഗഫർ ലനാ വലിഇഖ്വാനിനാ അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലാ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലാ للذين آمنوا ربنا إنك رؤوف رحيم. സ്വർഗത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരാളെ കുറിച്ചുമുള്ള ഒരു അസൂയോ, ഒരു കുശുമ്പോ, ഒരു വിരോധമോ, ഒരു വെറുപ്പോ, ഒരു ക്രോധമോ ഇല്ല. അതല്ല ദുആ. ولا تجعل في قلوبنا غلا للذين آمنوا
അല്ലാഹുവേ ഞങ്ങളുടെ മുൻഗാമികൾക്ക് പുറത്തു കൊടുക്കണേ പടച്ചവനെ, ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് പൊറുക്കണേ അല്ലാ. സത്യവിശ്വാസികളായ ഞങ്ങളുടെ ഇടയിൽ, ഞങ്ങളുടെ ഹൃദയങ്ങൾക്കിടയിൽ ഒരു വിഭാഗീയതയോ ഒരു ഭിന്നതയോ ഒരു അസൂയയോ ഒരു വെറുപ്പോ ഒരു ക്രോധമോ ഒരു കോപമോ നൽകരുതേ നാഥാ.